ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. വചനം പറയുന്നു, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. ഇന്ന് നമ്മെ അലട്ടുന്ന കുറവുകളെ, ബലഹീനതകളെ, നമ്മെ അലട്ടുന്ന പ്രശ്നങ്ങളെ, നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ചുറ്റുമുള്ള പ്രശ്നങ്ങൾ, ഇപ്പോൾ നാം അനുഭവിക്കുന്ന എല്ലാ അസമാധാനത്വവും വേദനയും നിസ്സഹായതയും, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ, വിദേശത്തായിരിക്കുന്ന നമ്മുടെ സഹോദരി സഹോദരങ്ങൾ, കുഞ്ഞുമക്കൾ, ജീവിത പങ്കാളി, മാതാപിതാക്കൾ, ഇവരുടെ നേരെയുള്ള ആക്രമണങ്ങൾ, ഇവയെല്ലാം കാരണം മനസ്സ് ഒത്തിരി അസ്വസ്ഥപ്പെട്ടിരിക്കുകയാണ് നമ്മിൽ പലരും. എന്നാൽ ഇന്ന് കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ കർത്താവിനെ ഇടയനാക്കുക. കർത്താവായ ദൈവം ഈ ലോകത്തിൻ്റെ മുഴുവൻ അധിപനാണ്. കർത്താവായ യേശു ക്രിസ്തു സകലത്തിൻ്റെയും അധിപനും രാജാവുമാണ്. രാജാതിരാജനായ കർത്താവായ യേശു ക്രിസ്തുവിന് അസാധ്യമായി ഒന്നുമില്ല. യുദ്ധവും ഭീഷണിയും എല്ലാം ഒരു നിമിഷം കൊണ്ട് നിർത്താൻ അവിടത്തേക്ക് സാധിക്കും. ലോകത്തിൻ്റെ സമാധാനമായ ക്രിസ്തു ഈ ലോകത്തിൽ യുദ്ധം മാറ്റി സമാധാനം പുനഃസ്ഥാപിക്കാൻ അവിടത്തേക്ക് സാധിക്കും. ഇന്ന് നമ്മുടെ പ്രശ്നങ്ങളെ ഓർത്ത്, ഈ ലോകത്തിൻ്റെ അവസ്ഥയെ ഓർത്ത് നാം വിഷമിക്കുമ്പോൾ ഓർക്കുക, കർത്താവിനെല്ലാം സാധ്യമാണ്. അവിടത്തേക്കെല്ലാം സാധ്യമാണ്. ചെങ്കടലിനെ വിഭജിച്ച് ഇസ്രായേൽ ജനതയെ മുഴുവൻ സുരക്ഷിതമായി മുന്നോട്ട് നടത്തിയ കർത്താവ് ഇന്നും ജീവിക്കുന്നു. പത്രോസിനെ വിളിച്ച കർത്താവ് വലയെറിഞ്ഞ് മീൻ പിടിക്കുന്ന ഒരു വ്യക്തിയായ, സാധാരണക്കാരിൽ സാധാരണക്കാരനായ പത്രോസിനെ വിളിച്ച് ഒരു സഭയുടെ മുഴുവൻ നേതൃത്വം നൽകി അനുഗ്രഹിച്ച കർത്താവ് ഇന്നും ജീവിക്കുന്നു. പാപികളിൽ ഒന്നാമനായ സൗവൂളിനെ വിളിച്ച് പൗലോസാക്കി മാറ്റിയ ദൈവം ഇന്നും ജീവിക്കുന്നു. കുഷ്ഠരോഗിയെ സൗഖ്യപ്പെടുത്തിയ കർത്താവ് ഇന്നും ജീവിക്കുന്നു. പാപിനിയായ സ്ത്രീക്ക് പാപം ക്ഷമിച്ച് അവളെ പുതുജീവൻ നൽകി അനുഗ്രഹിച്ച കർത്താവ് ഇന്നും ജീവിക്കുന്നു. മരിച്ച ലാസറിനെ അഴുകിയ ശരീരം പൂണ്ട് 4 ദിവസം കഴിഞ്ഞ് മരിച്ചുപോയി, 4 ദിവസം കഴിഞ്ഞിട്ടും ആ അഴുകിയ ശരീരത്തിന് പുനർജീവിതം നൽകി ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന കർത്താവായ യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. അവിടുന്ന് ഇന്നലെയും ഇന്നും എന്നും കർത്താവായ യേശു ക്രിസ്തു ഒരുവൻ തന്നെയാണ്. ജീവിക്കുന്ന ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. അതിനാൽ ലോകം മുഴുവനും സമാധാനം സ്ഥാപിക്കപ്പെടുന്നതിന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കും. നമ്മുടെ പ്രിയപ്പെട്ടവർ, പ്രത്യേകിച്ച് വിദേശത്തായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഇന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ചുറ്റിനും അനർത്ഥങ്ങൾ, അപകടങ്ങൾ എല്ലാം സംഭവിച്ചാലും നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ പ്രിയപ്പെട്ടവരെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ കർത്താവ് സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റിയിരിക്കും. അവിടുത്തെ സുരക്ഷിതത്വത്തിന് കീഴിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ സുരക്ഷിതരായിരിക്കും. ഈ ലോകം മുഴുവനും ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, സത്യദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് കർത്താവ് സുരക്ഷിതത്വം നൽകി അവരെ അനുഗ്രഹിച്ചിരിക്കും. അതിനാൽ കർത്താവിൻ്റെ കരുണയിൽ നമുക്ക് വിശ്വസിക്കാം. കർത്താവിനെ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഏതൊരുവനും രക്ഷയുണ്ട്. നാനാ ജാതി മതസ്ഥർ, പ്രായവ്യത്യാസം കൂടാതെ ആരൊക്കെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നോ അവർക്കെല്ലാം രക്ഷയുണ്ട്. പ്രതിസന്ധി ഘട്ടങ്ങളിലാണ് കർത്താവിൻ്റെ രക്ഷ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത്. അതിനാൽ ഇന്ന് നമ്മുടെ മക്കളെ, പ്രിയപ്പെട്ടവരെ, വിദേശത്തായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് നിങ്ങൾ ദുഃഖിക്കുകയാണ് എങ്കിൽ വിശ്വസിക്കുക, കർത്താവിൻ്റെ കരം അവരെ രക്ഷിക്കാൻ സാധിക്കും. ഇന്ന് ഈ പ്രഭാതത്തിൽ അവരെ രക്ഷിക്കാൻ കർത്താവിൻ്റെ കരങ്ങൾ ശക്തമാണ്. രക്ഷിക്കാൻ കഴിയാത്ത വിധം അവിടുത്തെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല.
നമ്മുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കാൻ അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടുമില്ല. അതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ നിറമിഴികളോടെ പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഇന്ന് കർത്താവ് ഇടപെട്ടിരിക്കും. അവിടുന്ന് നമ്മുടെ ഇടയനാണ്. സങ്കീർത്തനം 21 സങ്കീർത്തകൻ പറയുന്നു, കർത്താവിനെ ഇടയനാക്കുന്നവർക്ക് ഒന്നും ഭയപ്പെടാനില്ല. അതിനാൽ നിങ്ങൾ ഇന്ന് ഭയപ്പെടരുത്. കർത്താവിനെ പൂർണ്ണമായി വിശ്വസിക്കുക. നിങ്ങളുടെ ഭയം കർത്താവിൽ സമർപ്പിക്കുക. കർത്താവെ, ഞങ്ങളുടെ ഭയം മാറ്റി ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മേൽ നിന്റെ കാരുണ്യം ചൊരിഞ്ഞ് നിന്റെ സമാധാനവും സന്തോഷവും അവർക്ക് നൽകി നിന്റെ ചിറകിൻ കീഴിൽ അവർക്ക് അഭയം നൽകണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. കർത്താവ് എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും അവരെ മോചിപ്പിച്ച് പച്ചയായ പുൽത്തകിടിയിൽ അവർക്ക് അഭയം നൽകും. അവർ വിശ്രമിക്കും. നാം ഭയപ്പെടരുത്. നാം ഭയപ്പെട്ടാൽ അത് അവരെ രക്ഷിക്കാൻ നമുക്ക് കഴിയില്ല. എന്നാൽ നാം നമ്മുടെ ഭയവും വേദനയും ആശങ്കയും ആകാംക്ഷയും കർത്താവിലേൽപ്പിച്ച്, കർത്താവെ, നീയാണ് എൻ്റെ ഇടയൻ, നീയാണ് എൻ്റെ പ്രിയപ്പെട്ടവരുടെ ഇടയൻ, നീയാണ് എൻ്റെ കുടുംബാംഗങ്ങളുടെ ഇടയൻ, ഈ ലോകത്തിൻ്റെ മുഴുവൻ ഇടയനായ ദൈവം കർത്താവെ അങ്ങ് തന്നെയാണ്. അതിനാൽ ഈ ലോകത്തിൽ യുദ്ധം മാറ്റി സമാധാനം പുനഃസ്ഥാപിക്കുവാൻ, സന്തോഷവും അഭിവൃദ്ധിയും പുനഃസ്ഥാപിക്കുവാൻ കർത്താവെ നിനക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പ്രാർത്ഥിക്കുക. കർത്താവെല്ലാം നിങ്ങൾക്ക് ചെയ്തു തരും. നിങ്ങൾ ദുഃഖിക്കരുത്, വിഷമിക്കരുത്. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് യാതൊരാപത്തും വരാതെ കർത്താവ് അവരെ കൈകളിൽ താങ്ങിക്കൊള്ളും. കർത്താവിൻ്റെ ശക്തരായ ദൂതന്മാർ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ചുറ്റുമുണ്ടാകും. ഒരു സൈന്യം മുഴുവനും പാളയമടിച്ചാലും, നിനക്കെതിരെ പാളയമടിച്ചാലും നീ ഭയപ്പെടേണ്ട, കർത്താവ് നമ്മെ രക്ഷിക്കും എന്ന തിരുവചനത്തിൽ നാം വിശ്വസിക്കുക. കർത്താവിൻ്റെ സംരക്ഷണം ഉറപ്പുവരുത്തുന്ന തിരുവചനങ്ങൾ നിങ്ങൾ ആവർത്തിച്ച് പ്രാർത്ഥിക്കുക. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. വിദേശത്തായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. യുദ്ധബാധിതമായ എല്ലാ സ്ഥലങ്ങളിലും കർത്താവേ, നിന്റെ സമാധാനം പുനഃസ്ഥാപിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, യുദ്ധം അവസാനിപ്പിക്കുവാനുള്ള കൃപ കൊടുക്കണമേ. എല്ലായിടവും പരസ്പര സ്നേഹത്തിനുള്ള കൃപ കൊടുക്കണമേ. കർത്താവേ, ആരും യുദ്ധത്തിലൂടെ ഒന്നും നേടിയിട്ടില്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ദൈവമേ, യുദ്ധം മാറി സമാധാനം പുനഃസ്ഥാപിക്കപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിൽ നിന്ന് ദുഃഖവും വേദനയും ഭയവും മാറ്റി, പ്രിയപ്പെട്ടവരെക്കുറിച്ചുള്ള ആദികളും വ്യാധികളും എല്ലാം മാറ്റി കർത്താവേ, ഞങ്ങളെ സുഖപ്പെടുത്തണമേ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ നിന്റെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. പ്രത്യേകിച്ച് വിദേശത്തായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു. യുദ്ധമേഖലകളിൽ താമസിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു. അവർക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ കർത്താവേ, നിന്റെ ശക്തമായ കരം അവരുടെ മേൽ നീ വെക്കണമേ. സകല അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ശത്രുവിൻ്റെ എല്ലാ പദ്ധതികളിൽ നിന്നും തന്ത്രങ്ങളിൽ നിന്നും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ നീ രക്ഷിക്കണമേ. ഈ ലോകത്തെ മുഴുവനും ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ഒരവസ്ഥയിൽ എല്ലാവരും ദൈവത്തെ വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിക്കുവാനുള്ള കൃപ നൽകി കർത്താവേ, അവരെ അനുഗ്രഹിക്കണമേ. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നവർക്ക് നീ സമീപസ്ഥനാണ്. ഹൃദയമുരുകിയവർക്ക് നീ സമീപസ്ഥനാണ്. മനമുരുകിയവരുടെ പ്രാർത്ഥന നീ കേൾക്കുന്നു. കർത്താവേ, ഇന്ന് വേദനയിലും ഭയത്തിലും വിഷമത്തിലും ഇരിക്കുന്ന എല്ലാവർക്കു വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ അംഗങ്ങളായ എല്ലാവർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുന്ന എല്ലാവർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ പ്രാർത്ഥന എത്തുന്ന സ്ഥലങ്ങളിൽ നിന്ന് എല്ലാ യുദ്ധഭീഷണിയും മാറിപ്പോകട്ടെ. സമാധാനം പുനഃസ്ഥാപിക്കപ്പെടട്ടെ. ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നവരും അവരുടെ കുടുംബങ്ങൾ, ഈ പ്രാർത്ഥന എത്തുന്ന സ്ഥലങ്ങൾ, എത്തിക്കുന്ന വ്യക്തികൾ എല്ലാവർക്കും കർത്താവിൻ്റെ സുഭിക്ഷതയും സമാധാനവും ഇന്നുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്നിൽ പൂർണ്ണമായി വിശ്വാസമർപ്പിച്ച് നിൻ്റെ വചനം ഞങ്ങൾ ശ്രവിക്കുന്നു. പിതാവേ, ഞങ്ങളുടെ ഇടയനായി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സങ്കീർത്തനം 23 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കേൾക്കാം. നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ
ഈ വചനം നമ്മെ സഹായിക്കട്ടെ. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമമരുളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊന്നുവടിയും ദണ്ഡും എനിക്ക് ഉറപ്പേകുന്നു. എൻ്റെ ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. ഏറ്റവും കാരുണ്യവാനായ ദൈവമേ, അങ്ങയിൽ ആശ്രയിക്കുന്നവർക്ക് ഒന്നും ഭയപ്പെടാനില്ല എന്ന് ഈ തിരുവചനങ്ങൾ ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയും ഇടയനായി ഞങ്ങളെ ഇന്ന് സംരക്ഷിക്കുകയും വഴി നടത്തുകയും ചെയ്യണമേ. എല്ലാവിധ ദുരിതങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, ദുരന്തങ്ങളിൽ നിന്നും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും നീ കാത്തു സംരക്ഷിക്കണമേ. കർത്താവേ, ഈ ലോകം മുഴുവനും നിന്റെ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടട്ടെ. നിന്റെ സംരക്ഷണത്തിനു വേണ്ടി കാത്തിരിക്കുന്ന എല്ലാവർക്കും ദൈവമേ നീ സംരക്ഷണം നൽകണമേ. അവർക്ക് ചുറ്റും കർത്താവേ, വിദേശത്തായിരിക്കുന്ന ഓരോരുത്തർക്ക് ചുറ്റും യുദ്ധബാധിതമായ എല്ലാ മേഖലകളിലും കർത്താവേ നിന്റെ സൈന്യത്തെ അയച്ച് സമാധാനം പുനഃസ്ഥാപിച്ച് എല്ലാവർക്കും സംരക്ഷണം നൽകണമേ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു. വേദനയോടെ പ്രാർത്ഥിക്കുന്ന എൻ്റെ ഈ സഹോദരീ സഹോദരങ്ങളെ, മാതാപിതാക്കളെ, കുഞ്ഞുമക്കളെ നീ അനുഗ്രഹിക്കണമേ. എല്ലാവർക്കും പ്രതീക്ഷയ്ക്കു വക നീയാണ്. ഞങ്ങളുടെ പ്രത്യാശ അങ്ങാണ്. അതിനാൽ കർത്താവേ, നിന്റെ വചനം പറയുന്നു, മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് നീ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ നീ ഭയപ്പെടണ്ട. അവിടുത്തെ ഊന്നുവടിയും ദണ്ഡും നിനക്ക് ഉറപ്പേകും. അതിനാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഭയപ്പെടരുത്. നമ്മുടെ പ്രിയപ്പെട്ടവർ, വിദേശത്തായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ ഇപ്പോൾ മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് നടക്കുന്നത്. എന്നാലും ദൈവം കൂടെയുള്ളതിനാൽ അവർക്കൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. അവരൊറ്റയ്ക്കല്ല, അവരുടെ കൂടെ ശക്തനായ ദൈവമുണ്ട്. ശക്തനായ ദൈവം അവരുടെ കരം പിടിച്ചിട്ടുണ്ട്. അതിനാൽ എത്രയൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും അവരുടെ ജീവനോ ജീവിതത്തിനോ അവരുടെ ശരീരത്തൊരു പോറൽ പോലും ഏൽപ്പിക്കാതെ കർത്താവ് അവരെ കാത്തുകൊള്ളും. നിങ്ങൾ വിശ്വസിക്കുക, ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ, വിദേശത്തായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ പ്രതി നിങ്ങൾ ദൈവത്തിന് നന്ദി അർപ്പിക്കുക. അവിടുത്തെ കരം ഇപ്പോൾ തന്നെ അവർക്ക് സുരക്ഷിതത്വം നൽകി, സംരക്ഷണം നൽകി, അവരുടെ സകല ആവശ്യങ്ങളും അവിടുന്ന് സാധിച്ചു കൊടുത്ത് അവരെ പരിപാലിക്കും. നിങ്ങൾ വിശ്വസിക്കുക, ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. നിങ്ങൾ ഭയപ്പെടരുത്. കർത്താവിൻ്റെ നീതി അവരുടെ മേൽ അവിടുന്ന് സ്ഥാപിക്കും. നമ്മുടെ ഓരോരുത്തരുടെയും മേൽ കർത്താവ് അനുഗ്രഹം ചൊരിയും. കർത്താവിൻ്റെ കാരുണ്യവും അനുഗ്രഹവും നന്മയും നമുക്ക് ഓരോരുത്തർക്കും, നാം പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും മേലും ഇന്നുണ്ടായിരിക്കും. ഇന്നുമെന്നും അവിടുന്ന് നമുക്ക് തുണയാകും. ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് നമുക്കൊരു വിരുന്നൊരുക്കും. വിശ്വസിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ശത്രുവിനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ശത്രുക്കളുടെ മുൻപിൽ കർത്താവ് ഒരു വിരുന്നൊരുക്കും. കർത്താവ് സമൃദ്ധി നൽകും, സുരക്ഷിതത്വം നൽകും. അതിനാൽ നിങ്ങൾ ഭാരപ്പെടേണ്ട. വിശ്വസിക്കുക, ജീവിക്കുന്ന ദൈവമാണ് നാം രാവിലെയും വൈകിട്ടും വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. അതിനാൽ നമ്മെ കർത്താവായ ദൈവം ഈ പ്രഭാതത്തിൽ ശ്രവിക്കുന്നു, നമ്മുടെ ആവശ്യങ്ങളെ ശ്രവിക്കുന്നു, നമ്മുടെ ആഗ്രഹങ്ങളെ അവിടുന്ന് സാധിച്ചു തരുന്നു. നമുക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കും പ്രത്യേകം കർത്താവ് സംരക്ഷണം ഏർപ്പെടുത്തിയിരിക്കുന്നു. അതിനാൽ നിങ്ങൾ ഭാരപ്പെടരുത്. വിശ്വാസത്തോടെ കർത്താവിന് നന്ദി അർപ്പിച്ച് പ്രാർത്ഥിക്കുക. എല്ലാം ദൈവകരങ്ങളിൽ ശാശ്വതമാകും, സുരക്ഷിതത്വമുണ്ടാകും. ശാശ്വതമായ സന്തോഷവും സമാധാനവും
നമുക്കെല്ലാവർക്കും കർത്താവ് നൽകും. കർത്താവെ, ഞങ്ങൾ പൂർണ്ണമായും നിന്നിൽ വിശ്വാസമർപ്പിക്കുന്നു. ദൈവമേ, നിന്നിൽ വിശ്വാസമർപ്പിക്കുന്നവർക്ക്, നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവെ, ഇപ്പോഴും എപ്പോഴും നീ ഞങ്ങളുടെ ഇടയനായി പ്രവർത്തിക്കണമേ. ഞങ്ങളുടെ മേൽ നീ ഭരണം നടത്തണമേ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മേൽ നീ ഭരണം നടത്തണമേ. സകല അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ഞങ്ങളെ നീ രക്ഷിക്കുകയും ചെയ്യണമേ. ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, അമ്മയുടെ നീലമേലങ്കിയുടെ സംരക്ഷണത്തിൻ കീഴിൽ വിദൂരത്തായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ നീ കാത്തുകൊള്ളണമേ. ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും നിന്റെ നീലമേലങ്കിയിൽ പൊതിഞ്ഞ് സൂക്ഷിക്കണമേ. ശത്രുവിൻ്റെ യാതൊരു കെണികളിലും പെടാതെ നിന്റെ മക്കളായ ഞങ്ങളെ ഓരോരുത്തരെയും നീ കാത്ത് സംരക്ഷിക്കണമേ. ഈ ലോകം മുഴുവനും സമാധാനം പുനഃസ്ഥാപിക്കപ്പെടാൻ അമ്മേ മാതാവേ, ഇപ്പോൾ തന്നെ നിന്റെ തിരുക്കുമാരനോട് നീ പ്രാർത്ഥിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം മുഴുവനും നമുക്കോരോരുത്തർക്കും ആവശ്യമുള്ള അനുഗ്രഹങ്ങളെ നൽകട്ടെ. കർത്താവ് നമുക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കും പ്രത്യേകം സംരക്ഷണം നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാ ഭയവും അസ്വസ്ഥതയും മാറ്റി നമുക്കാവശ്യമുള്ള എല്ലാ നന്മകളും അവിടെ നിന്ന് പ്രദാനം ചെയ്യട്ടെ. ഈ ലോകം മുഴുവനും സമാധാനം പുനഃസ്ഥാപിക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ഈ പ്രാർത്ഥന കഴിയുന്നത്ര എല്ലാവർക്കും എല്ലായിടവും ഷെയർ ചെയ്ത് അയയ്ക്കുക. ലോകത്തിൽ സമാധാനം സ്ഥാപിക്കപ്പെടാൻ സമാധാനം ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഇത് നിങ്ങൾ അയച്ചു കൊടുക്കുക. കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കും. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും കൂടി ഓർക്കണമേ എന്ന് ഞാൻ ചോദിക്കുന്നു. ആമേൻ.